ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ലെസ് മയോണൈസ് ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും. 1 മിനിറ്റ് മാത്രം മതിയാവും. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലൊട്ടും തന്നെ വെള്ളമയമില്ല. അതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ടേബിൾ സ്പൂണിലാണെങ്കിൽ 6 ടേബിൾ സ്പൂൺ. അത് ഫ്രീസറിൽ വെച്ച് അരമണിക്കൂർ നന്നായി തണുപ്പിച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രീസറിൽ വെച്ച് അരമണിക്കൂർ തന്നെ തണുപ്പിച്ചെടുത്ത 1/2 കപ്പ് പാല്, ടേബിൾ സ്പൂണിലാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായി ഫ്രീസറിൽ വെച്ച് അരമണിക്കൂർ തണുപ്പിച്ചെടുക്കണം. എങ്കിലേ നല്ലൊരു ടെക്സ്ചർ നമുക്കിത് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 3 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ 1 മതിയാവും, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടി മിക്സിയുടെ ഹൈ സ്പീഡിൽ ഒരു 50 സെക്കൻഡ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങാ നീരിൽ സീഡ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് നമുക്കൊരു 10 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് 10 സെക്കൻഡ് കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. മയോണൈസ് നല്ല ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതിനെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 മിനിറ്റ് മാത്രം മതി ഒന്ന് തയ്യാറാക്കാൻ. ഫ്രിഡ്ജിൽ ഇതിനെ നമുക്കൊരു 3-4 ദിവസം സൂക്ഷിക്കാവുന്നതാണ്. മയോണൈസ് ഇഷ്ടമുള്ളവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം.